ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ണീരിൽ കുതിർന്ന കല്യാണം. ഇസ്ലാമിക കഥാപ്രസംഗം. രചന അവതരണം ഇബ്രാഹിം ടിയൻപുരം. ഗായകർ മജീദ് കൂരാട്, മുസ്തഫ ചേറ്റുവ. നിർമ്മാണം അമീൻ സർഗവേദി, മലപ്പുറം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹത്തെ സംബന്ധിച്ച് പറയുന്നത്, യാ മൈശറ ശബാബ് ഇനിസ്തതഅത മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്. ഓ യുവസമൂഹമേ, നിങ്ങളിൽ നിന്നും ഒരു പെണ്ണിനെ പോറ്റാനുള്ള ശേഷിയുള്ളവൻ വിവാഹം കഴിക്കട്ടെ, അല്ലാത്തവൻ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ആത്മസംയമനം പാലിക്കട്ടെ. ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. വളരെ ലളിതമാണ് ഇസ്ലാമിൻ്റെ രീതി എല്ലാ വിഷയത്തിലും, പ്രത്യേകിച്ചും വിവാഹത്തിൻ്റെ കാര്യത്തിൽ. ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനവും ഇസ്ലാമിലില്ല. ഇത് പറയുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ ചോദിക്കും, അല്ല മഹർ കൊടുക്കാൻ സ്വർണം വേണ്ടേ? സ്വർണം വാങ്ങണമെങ്കിൽ കാശ് വേണ്ടേ? അപ്പോൾ പെണ്ണിൻ്റെ ഉപ്പയോട് കാശ് ചോദിച്ചു വാങ്ങേണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹർ കൊടുക്കാൻ സ്വർണം തന്നെ വേണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? അങ്ങനെ സ്വർണം തന്നെ കൊടുക്കണമെന്ന് ഇസ്ലാം എവിടെയും കൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണോ, വിലപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു, അതൊരു നോട്ട് പുസ്തകമാണെങ്കിലും നിങ്ങളുടെ ഭാര്യയ്ക്ക് തൃപ്തിയാണെങ്കിൽ മഹർ കൊടുക്കാൻ അത് മതി. ഇതാണ് ഇസ്ലാമിൻ്റെ രീതി. സ്ത്രീധന വിലപേശലിലൂടെ തിരിച്ചു വരുന്നത് ജാഹിലിയത്തല്ലേ? ചിന്തിച്ചു നോക്കുക. ആസ്പത്രി വാർഡിൽ നിന്നും നഴ്സ് വിളിച്ചു പറയുന്നു, ഭാര്യ പ്രസവിച്ചു, കുട്ടി ആണാണ്. എന്തൊരു സന്തോഷം! മിഠായി വിതരണം, ലഡു വിതരണം, പായസ വിതരണം, എല്ലാത്തിനും ഫോൺ ചെയ്ത് ഏർപ്പാടാക്കി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴതാ നഴ്സ് വീണ്ടും ഓടി വന്നുകൊണ്ട് പറയുന്നു, അയ്യോ സോറി കേട്ടോ, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചത് ആൺകുഞ്ഞിനെയല്ല പെൺകുഞ്ഞിനെയാണ്. ഇതിങ്ങോട്ട് കേൾക്കുമ്പോൾ ആ യുവാവിൻ്റെ മുഖം മ്ലാനമാകുന്നു. എന്തിനാണ് മ്ലാനമാകുന്നത്? 15 കൊല്ലം കഴിഞ്ഞ് ഈ കുട്ടിയെ എങ്ങനെ വിവാഹം കഴിപ്പിക്കുമെന്നറിയാത്തതിൻ്റെ പേരിലാണ് ആ യുവാവിൻ്റെ മുഖം മ്ലാനമായി പോയത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ജനിക്കുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലം. വൈദാ ബുശ്റഹദുഹും ബിൽ ഉൻസാ ലല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കദീം. ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ഇരുണ്ടുപോകും. ആ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം ദേഷ്യം കൊണ്ട് വിവരണമാകും. പിന്നീട് എന്താണ് ചെയ്യുന്നത്? മരുഭൂമിയിൽ കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചു മൂടുക. ഇത് 14 നൂറ്റാണ്ട് മുമ്പ് അറേബ്യയിൽ നടന്നിരുന്ന ജാഹിലിയ സംസ്കാരമാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഗർഭത്തിൽ തന്നെ സ്കാൻ ചെയ്തു നോക്കുന്നു, കുട്ടി ആണാണോ പെണ്ണാണോ? പെൺകുഞ്ഞാണ് എങ്കിലങ്ങോട്ട് കൊന്നുകളാം. അത്രക്കും ലാഘവത്തോടുകൂടി സ്ത്രീധനമെന്ന മഹാമാരിയെ പേടിച്ചുകൊണ്ട് ഇന്ന് പെൺകുട്ടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട യുവാക്കളെ, ദീനിൻ്റെ മക്കളെ, സ്ത്രീധനം ഇങ്ങനെ വിലപേശി വാങ്ങുവാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത്? എന്തവകാശമാണ് നമുക്കുള്ളത്? അവകാശമില്ലാത്തത് ആളുകളോട് ചോദിക്കുന്നത് അള്ളാഹു നിരോധിച്ചിരിക്കുന്നു എന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുമാത്രമല്ല, പ്രിയപ്പെട്ട പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആരെങ്കിലും സമ്പത്തിന് വേണ്ടി കല്യാണം കഴിച്ചാൽ അതിൻ്റെ കാരണം കൊണ്ട് അവൻ ദരിദ്രനായി തീരുമെന്നാണ്. അതെ, ദാരിദ്ര്യത്തിലേക്കുള്ള ഒരു ജാലകമാണ് സ്ത്രീധന വിലപേശൽ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ സക്കാത്തിൻ്റെ കാര്യം, സ്വർണത്തിൻ്റെ സക്കാത്ത്, സ്ത്രീധനത്തിൻ്റെ സക്കാത്ത്, അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ച് പഠിക്കുക. ഒരേ ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ കാശുകൊണ്ട് ആളുകൾക്ക് ബിരിയാണി വെച്ച് കൊടുക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? എന്ത് മഹത്വമാണുള്ളത്? നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ബിരിയാണി വെച്ച് കൊടുക്കുമ്പോൾ അതിനൊരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. അതല്ലാതെ മറ്റുള്ളവരോട് വിലപേശി വാങ്ങി ആളുകൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിൽ എന്ത് മനസ്സംതൃപ്തിയാണുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരേ ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഞാൻ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്.
ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ വിശ്വപ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എന്ന കിതാബിൽ മറ്റൊരു പണ്ഡിതനായ ഇമാം സൗരിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അടക്ക കക്കുന്നവൻ മാത്രമല്ല കള്ളൻ, തേങ്ങ മോഷ്ടിക്കുന്നവൻ മാത്രമല്ല കള്ളൻ, അർദ്ധരാത്രി വീട് കുത്തിത്തുറന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്നവൻ മാത്രമല്ല കള്ളൻ. പിന്നെ ആരാണ് കള്ളൻ? ഒരു പെൺകുട്ടിയെ വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് അവൾക്കെന്തെല്ലാം സമ്പത്തുണ്ടെന്ന് ഒരാൾ ചോദിച്ചറിഞ്ഞാൽ ഫൈലം അന്നഹുല്ലിസ്, അറിയുക അവനും കള്ളനാണ്, അവനും കള്ളനാണ്. ഉള്ള സാമ്പത്തിക സ്ഥിതി ചോദിക്കുന്നവൻ തന്നെ കള്ളനാണെങ്കിൽ ഇല്ലാത്ത സാമ്പത്തിക സ്ഥിതി ചോദിക്കുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കുകയാണ്. വിവാഹപ്രായമെത്തിയിട്ടും പുരനിറഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഈ കഥ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയായി. ചൊല്ലാം ചൊല്ലാം ഹംദും ചൊല്ലാം, റബ്ബേ നിന്റെ നസറും തേടാം. കഥയൊന്നു ചൊല്ലുവാൻ പാട്ടൊന്നു പാടുവാൻ ഇരു കൈയും നീട്ടിയിടുന്നു, മനവും തുറന്നിടുന്നു. ഓതാം നബിയില്ലോതാം, ഉടനെ തന്നെ സ്വലയും ഓതാം. അസ്ഹാബിൽ കുല്ലിലും മാലാം സ്വഹാബിലും പ്രാർത്ഥന മന്ത്രം തേടാം. അസ്വലമാ ചൊല്ലാം ചൊല്ലാം ഹംദും ചൊല്ലാം, റബ്ബേ നിന്റെ നസറും തേടാം. കഥയൊന്നു ചൊല്ലുവാൻ പാട്ടൊന്നു പാടുവാൻ ഇരു കൈയും നീട്ടിയിടുന്നു, മനവും തുറന്നിടുന്നു. നാടിൻ സ്പർശം ദീനിൻ മന്ത്രം കഥയിൽ ചാലിച്ചു നൽകും ഞങ്ങൾ. ഒരു വട്ടം കേൾക്കുവാൻ ഗുണപാഠം നൽകുവാൻ സ്നേഹത്തിൻ വിളിയായില്ലേ, സാന്നിധ്യം തുണയായില്ലേ. പാഠം ഒന്നായി പറയും ഞങ്ങൾ, കേട്ടിരിക്കാൻ വന്നു നിങ്ങൾ. നൽകാൻ പ്രോത്സാഹനം കൂട്ടിനാശ്വാസവും ഇന്ന് കനിയുകില്ലേ, പ്രാർത്ഥന കൂട്ടിന്നില്ലേ. ചൊല്ലാം ചൊല്ലാം ഹംദും ചൊല്ലാം, റബ്ബേ നിന്റെ നസറും തേടാം. കഥയൊന്നു ചൊല്ലുവാൻ പാട്ടൊന്നു പാടുവാൻ ഇരു കൈയും നീട്ടിയിടുന്നു, മനവും തുറന്നിടുന്നു. ഓതാം നബിയില്ലോതാം, ഉടനെ തന്നെ സ്വലയും ഓതാം. അസ്ഹാബിൽ കുല്ലിലും മാലാം സ്വഹാബിലും പ്രാർത്ഥന മന്ത്രം തേടാം. അസ്വലമാ ചൊല്ലാം ചൊല്ലാം ഹംദും ചൊല്ലാം, റബ്ബേ നിന്റെ നസറും തേടാം. കഥയൊന്നു ചൊല്ലുവാൻ പാട്ടൊന്നു പാടുവാൻ ഇരു കൈയും നീട്ടിയിടുന്നു, മനവും തുറന്നിടുന്നു. ഇരു കൈയും നീട്ടിയിടുന്നു, മനവും തുറന്നിടുന്നു. ഇരു കൈയും നീട്ടിയിടുന്നു, മനവും തുറന്നിടുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രിയപ്പെട്ട പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാനൊരു മുഅല്ലിമായാണ് നിയോഗിക്കപ്പെട്ടത്. ഈ നബിവചനം മനസ്സിൽ ആവാഹിച്ച് മതം പഠിപ്പിക്കാൻ ഇറങ്ങിയ ഒരു നിഷ്കളങ്കനിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കുവാനുള്ളത്. അതെ, മദ്രസ അധ്യാപകനായ ഉസ്മാൻ ക. അദ്ദേഹത്തിന് പ്രഷർ രോഗിയായ ഭാര്യയും 3 പെൺമക്കളുമാണ് ആകെയുള്ള സമ്പത്ത്. കളകളാരവം പോലെ ഒഴുകുന്ന പുഴയെപ്പോലെ വീട്ടിലെ വിളക്കാണ് ഫൗസിയ. അവൾ മൂത്ത മകൾ, വിവാഹപ്രായമെത്തി നിൽക്കുന്നു. അതിന് താഴെ 2 പെൺകുട്ടികൾ വളർന്നു വരുന്നു. സാമ്പത്തിക പരാധീനത ഉസ്മാൻ കയുടെ കൂടപ്പിറപ്പാണെങ്കിലും ഒന്നും ആരോടും പറയാത്ത പ്രകൃതമാണ്. ആളൊരു നർമ്മപ്രിയൻ, പ്രാരാബ്ദങ്ങളെ ചിരിയിലൊതുക്കുന്ന സരസൻ. ഇതൊക്കെയാണെങ്കിലും മക്കളെ ദീനിയായി വളർത്തുന്നതിൽ അദ്ദേഹം സജീവ ശ്രദ്ധാലുവാണ്. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ നമ്മുടെ കഥാപാത്രമായ ഫൗസിയ ഇന്ന് അറബിക് കോളേജിൽ പഠിക്കുകയാണ്. പെൺമക്കളാണ് തൻ്റെ ഐശ്വര്യമെന്ന് വിശ്വസിക്കാനാണ് ഉസ്മാൻ കക്ക് താൽപ്പര്യം. പ്രായമായി വരുന്ന ഫൗസിയയുടെ കാര്യം ഭാര്യ പറയാത്ത ദിവസങ്ങളില്ല. അവൾ വളർന്നു വലുതാവുകയല്ലേ, ഏതൊരു ഉമ്മക്കും തീ തിന്നാൻ അത് തന്നെ ധാരാളം. പക്ഷെ ഉസ്മാൻക്ക് പറയും, നോക്ക്, കുട്ടികളെ തന്നത് ആരാ? റബ്ബല്ലേ, അവൻ എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല. പിന്നെ പതിവ് പോലെ അദ്ദേഹം എന്തെങ്കിലും തമാശ പറയും. ചിരിച്ച് ചിരിച്ച് ഭാര്യ മണ്ണ് കപ്പും. ഇതാണ് ഉസ്മാൻ കയുടെ പ്രത്യേകത. അദ്ദേഹത്തോട് സംസാരിച്ചാൽ സമയം പോകുന്നത് അറിയില്ല. വാക്കിനിടയിൽ കൂടി നർമ്മം നുഴഞ്ഞു കയറും. വിരസമായ സമയങ്ങളിൽ ഉസ്മാൻ കയെ കിട്ടിയാൽ മതി, എല്ലാ പ്രയാസങ്ങളും പമ്പ കടക്കുമെന്ന് തീർച്ച. പ്രാരാബ്ദങ്ങളൊക്കെ ചെറുചിരിയിൽ ഒതുക്കുന്ന ഉസ്മാൻ ക ആരും കാണാതെ കണ്ണു തുടക്കുന്നൊരു ദിവസമുണ്ട്. 5-ാം തീയതി
അന്നാണ് ശമ്പളം കിട്ടുന്നത്. വരവും ചെലവും കൂട്ടി നോക്കുമ്പോൾ ശമ്പളം ഒന്നിനും തികയില്ല. വാടക വീട്ടിലാണ് മൂപ്പരുടെ താമസം. അതിൻ്റെ വാടക, കറണ്ട് ബില്ല്, ഗ്യാസ്, പീടികയിലെ പറ്റ്, കുറി എല്ലാം കൂടി കൊടുത്തു തീർക്കുമ്പോൾ കീശ കാലിയാവുന്നു. വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഒരു തരി പൊന്നു വാങ്ങാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ജ്വല്ലറിയുടെ പരസ്യങ്ങളുള്ള മാസികയും പത്രങ്ങളും തൻ്റെ വീട്ടിൽ കൊണ്ടുപോവാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കും. പെണ്ണിൻ്റെ മേനിയഴക് സ്വർണത്തോടൊപ്പം എന്ന കച്ചവട പരസ്യവുമായി മോഡലുകൾ സ്വർണത്തിൽ മുങ്ങി നിൽക്കുന്നത് മക്കൾ കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി? അവരും പെൺകുട്ടികളല്ലേ? ഇങ്ങനെ ഒരു ഹതഭാഗ്യൻ്റെ മക്കളായി ജനിച്ചതിൽ അവർ തന്നെ ശപിച്ചാലോ? എങ്കിലും ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാൻ ഭാര്യ മറക്കാറില്ല. പതിവ് പോലെ തമാശ പറഞ്ഞ് അവളെ ഒതുക്കും. നിങ്ങളിങ്ങനെ ചിരിച്ച് കളിച്ചോണ്ട് നടന്നോ, എൻ്റെ ഉള്ളിൽ തീയാ. അവൾ കുറ്റപ്പെടുത്തുമ്പോൾ അതിനും നൊമ്പരം നിറഞ്ഞ പുഞ്ചിരി തന്നെ മറുപടി. പെൺകുട്ടികൾ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞ പ്രവാചകനെ ഓർത്ത് സമാധാനിക്കും. എല്ലാറ്റിനും ഒരു വഴി അള്ളാഹു കാണിച്ചു തരാതിരിക്കില്ല. ഇതാണ് ഉസ്മാൻക, ജീവിതം ഒരു കൗതുകമായി കാണുന്ന മനുഷ്യൻ. ഉസ്മാൻകയെ നമുക്ക് അടുത്ത് പരിചയപ്പെടാം. ചിരിയിൻ ചെറുനൂലുമിട്ട് സ്നേഹമിട്ട് ആദി വിട്ട് വിധിയാ ഞാൻ വരുന്നു കണ്ണേ. തീയന്റെ ഉള്ളിലല്ലേ മക്കളൊക്കെ പെണ്ണതല്ലേ, നീറ്റലയൻ മുന്നിലെന്നും. തങ്കവർണ്ണ മക്കളുമായി ക്ലാസ്സിലാകെ നർമ്മവുമായി പുഞ്ചിരി കുളിരേ എന്നരിയേ. കണ്ണീരിൻ കഥയാണ് പറയാ. ഹബീബി തബീബി തുറാബാം കരീബി വാഴലാ കബി ഖയാലുൻ കുസൂറുൻ ജരീബി ഖയാലുൻ കുസൂറുൻ ജരീബി. ചിരിയിൻ ചെറുനൂലുമിട്ട് സ്നേഹമിട്ട് ആദി വിട്ട് വിധിയാ ഞാൻ വരുന്നു കണ്ണേ. തീയന്റെ ഉള്ളിലല്ലേ മക്കളൊക്കെ പെണ്ണതല്ലേ, നീറ്റലയൻ മുന്നിലെന്നും. തങ്കവർണ്ണ മക്കളുമായി ക്ലാസ്സിലാകെ നർമ്മവുമായി പുഞ്ചിരി കുളിരേ എന്നരികേ. കണ്ണീരിൻ കഥയാണ് പറയാ. ഹബീബി തബീബി തുറാബാം കരീബി വാഴലാ കബി ഖയാലുൻ കുസൂറുൻ ജരീബി ഖയാലുൻ കുസൂറുൻ ജരീബി. അത്താണിച്ചാരത്ത് കളി പറയും നേരത്ത്, സ്നേഹത്തിൻ കഥയായി ദീൻമൊഴിയും തീരത്ത്. ഐശ്വര്യം മകളാണേ ആരോടും പറയുമ്പോൾ, ഇൽമിൻ്റെ മികവായി അവരെ വളർത്തുമ്പോൾ. അനുഭവം ഒരുപാട് മുമ്പിൽ നിറഞ്ഞില്ലേ, ആലമിൻ അഹ്വാല് കണ്ട് വളർന്നില്ലേ. ഉസ്താദ മുത്തല്ലേ മുന്തിരിപ്പോലല്ലേ, സ്നേഹവും തന്നില്ലേ നാടാകയായി. ഉസ്താദ മുത്തല്ലേ മുന്തിരിപ്പോലല്ലേ, സ്നേഹവും തന്നില്ലേ നാടാകയായി. ചിരിയിൻ ചെറുനൂലുമിട്ട് സ്നേഹമിട്ട് ആദി വിട്ട് വിധിയാ ഞാൻ വരുന്നു കണ്ണേ. തീയന്റെ ഉള്ളിലല്ലേ മക്കളൊക്കെ പെണ്ണതല്ലേ, നീറ്റലയൻ മുന്നിലെന്നും. തങ്കവർണ്ണ മക്കളുമായി ക്ലാസ്സിലാകെ നർമ്മവുമായി പുഞ്ചിരി കുളിരേ എന്നരികേ. കണ്ണീരിൻ കഥയാണ് പറയാ. ഹബീബി തബീബി തുറാബാം കരീബി വാഴലാ കബി ഖയാലുൻ കുസൂറുൻ ജരീബി ഖയാലുൻ കുസൂറുൻ ജരീബി. അത്താണിച്ചാരത്ത് കളി പറയും നേരത്ത്, സ്നേഹത്തിൻ കഥയായി ദീൻമൊഴിയും തീരത്ത്. ഐശ്വര്യം മകളാണേ ആരോടും പറയുമ്പോൾ, ഇൽമിൻ്റെ മികവായി അവരെ വളർത്തുമ്പോൾ. അനുഭവം ഒരുപാട് മുമ്പിൽ നിറഞ്ഞില്ലേ, ആലമിൻ അഹ്വാല് കണ്ട് വളർന്നില്ലേ. ഉസ്താദ മുത്തല്ലേ മുന്തിരിപ്പോലല്ലേ, സ്നേഹവും തന്നില്ലേ നാടാകയായി. ഉസ്താദ മുത്തല്ലേ മുന്തിരിപ്പോലല്ലേ, സ്നേഹവും തന്നില്ലേ നാടാകയായി. ചിരിയിൻ ചെറുനൂലുമിട്ട് സ്നേഹമിട്ട് ആദി വിട്ട് വിധിയായി ഞാൻ വരുന്നു കണ്ണേ. തീയന്റെ ഉള്ളിലല്ലേ മക്കളൊക്കെ പെണ്ണതല്ലേ, നീറ്റലയൻ മുന്നിലെന്നും.
തങ്കവർണ്ണ മക്കളുമായി ക്ലാസ്സിലാകെ നർമ്മവുമായി പുഞ്ചിരിക്കുളിരേ എന്നരികെ കണ്ണീരിൻ കഥയാണ് പറയാൻ. അബീബി തബീബി തുറാബാം കരീബി വാലാ കബി ഖയാലുൻ കുസൂറുൻ ജദീബി ഖയാലുൻ കുസൂറുൻ ജദീബി ഖയാലുൻ കുസൂറുൻ ജദീബി ഖയാലുൻ കുസൂറുൻ ജദീബി. ഉസ്മാൻ ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം അനുഭവങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോട് ചോദിച്ചു, അല്ല മക്കളെ, ഭാര്യയെ തൊട്ടാൽ വൊളു പോകുമോ? അപ്പോൾ രസികനായ ഒരു കുട്ടി പറഞ്ഞു, ഉസ്താദെ, അത് ആരാൻ്റെ ഭാര്യയാണെങ്കിൽ വൊളുവല്ല, പല്ലും പോകും. അത് കേട്ട് ഉസ്മാൻക്ക് ചിരിക്കുകയാണ്. മറ്റൊരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഷീനിന് 3 പുള്ളി ഇടേണ്ടതിന് പകരം 2 പുള്ളിയാണ് ഇട്ടത്. അപ്പോൾ പുറകിൽ നിന്നും ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, അല്ല ഉസ്താദെ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഷീനിന് 2 പുള്ളിയാണോ? ഉസ്മാൻക്ക് നോക്കി, ശരിയാണല്ലോ, 1 പുള്ളി കുറവാണല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അത്രയൊക്കെ പഠിച്ചാൽ മതി, എനിക്കിവിടുത്തെ കമ്മിറ്റിക്കാർ അത്രേ തരുന്നുള്ളൂ. ഇങ്ങനെ സീരിയസ് ആയ കാര്യങ്ങൾ തമാശയിൽ ഒതുക്കാൻ അദ്ദേഹത്തിന് കഴിയും. വേറൊരിക്കൽ അന്ത്യനാളിനെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ. ഭൂമി കിടുകിട വിറക്കുന്ന ദിവസം. ഭയാനകത ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഉമ്മ മക്കളെ മറക്കുന്ന ദിവസമാണ്. ഗർഭിണി അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. പർവ്വതങ്ങളൊക്കെ പഞ്ഞി പോലെ പാറിപ്പോകുന്ന ദിവസമാണ്. കടൽ കത്തുന്ന ദിവസമാണ്. ഇങ്ങനെ വളരെ ഭീകരമായ മഹ്ശറയുടെ അവസ്ഥയെക്കുറിച്ച് ക്ലാസ് എടുത്ത് വളരെയധികം ക്ഷീണിച്ച് ഇങ്ങനെ ഇരുന്നതിൻ്റെ ശേഷം ചോദിച്ചു, അല്ല മക്കളെ, ഇനി നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? മഹ്ശറ വൻസഭയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന്, അല്ല ഉസ്താദെ, അന്ന് സ്കൂളുണ്ടാകുമോ? ഇതിങ്ങോട്ട് കേട്ടപ്പോൾ ഉസ്മാൻ കാക്ക് ചിരി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ. അതുപോലെ ഒരിക്കൽ പുതിയ സ്ഥലത്ത് ജോലി അന്വേഷിച്ചു പോയി. എല്ലാ സർട്ടിഫിക്കറ്റുകളും കാണിച്ചു കൊടുത്തു. 2 നേരത്തിന് പ്രസിഡന്റ് നിശ്ചയിച്ച ശമ്പളം എത്രയാണെന്നറിയുമോ? വെറും 1200 രൂപ. ഇതുകൊണ്ടെങ്ങനെ കുടുംബം പോറ്റുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പ്രസിഡന്റ് പറയുന്നു, മറ്റൊരു കാര്യം, ഇവിടെ രാവിലെ നാസ്തയുടെ പരിപാടിയില്ല കേട്ടോ, പകരം 10 രൂപ തരും. അങ്ങനെ മാസത്തിൽ 300 രൂപ, മൊത്തം 1500 രൂപയായി. പോരെ? അപ്പോൾ ഉസ്മാൻക്ക് ചോദിച്ചു, എന്നാൽ ഒരു സൈക്കിൾ പമ്പ് വാങ്ങിത്തരുമോ? അതെന്തിനാ ഉസ്താദെ സൈക്കിൾ പമ്പ്? അല്ല, വെറുതെ, നിങ്ങളേതായാലും രാവിലെ ചായ തരില്ലല്ലോ, അപ്പോൾ രാവിലെ തന്നെ വയറ്റിലേക്ക് കാറ്റടിക്കാനാണ് എന്ന് ഉസ്മാൻക്ക് പറഞ്ഞപ്പോൾ പ്രസിഡന്റ്, നിങ്ങൾ ആൾ കൊള്ളാമല്ലോ, ശമ്പളം അങ്ങോട്ട് ഏറ്റിക്കൊടുത്തു. മറ്റുള്ളവരെ കളിപ്പിക്കാനും ഉസ്മാൻക്ക് പുറകിലല്ല കേട്ടോ. ഒരിക്കൽ ബുദ്ധി വേണ്ടത്ര വികസിച്ചിട്ടില്ലാത്ത ഒരാളുടെ കൂടെ, അയാളെ നമുക്ക് തൽക്കാലം കുഞ്ഞാപ്പു എന്ന് വിളിക്കാം, ഒരു വീട്ടിലേക്ക് മയ്യത്ത് കാണാൻ പോയി. എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻക ആ മരിച്ച ഉമ്മയുടെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നല്ല ഉമ്മയായിരുന്നു, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നിങ്ങളുടെ മാത്രം ഉമ്മയല്ല കേട്ടോ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉമ്മയായിരുന്നു. ഇതുകൊണ്ട് കേട്ടപ്പോൾ ആ മരിച്ച ഉമ്മയുടെ മകന് വല്ലാത്ത സമാധാനം. ഉസ്മാൻകയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പു അവനിങ്ങനെ ചിന്തിക്കുക, അപ്പോൾ ഇത് ചെയ്താൽ മതി, മരിച്ചുപോയ വീട്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളോട് വലിയ കാര്യമായിരിക്കും എന്ന് അവൻ സ്വയം അങ്ങോട്ട് തീരുമാനിച്ച് മറ്റൊരിക്കൽ വേറൊരു മരണം നടന്നപ്പോൾ ഉസ്മാൻകയെ കൂട്ടാതെ അവൻ സ്വയം അങ്ങോട്ട് പോയി. ചെന്ന് നോക്കുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്നത് ഒരാളുടെ ഭാര്യയായിരുന്നു. അയാളോട് പറയുന്നത്, നിങ്ങളുടെ ഭാര്യയ്ക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നമുക്ക് സങ്കടമുണ്ട്, അവൾ നിങ്ങളുടെ മാത്രം ഭാര്യയല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഭാര്യയായിരുന്നു എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ അവന് കിട്ടിയ അടിക്ക് വല്ല കണക്കുമുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാനും നമ്മുടെ ഉസ്മാൻക്ക് പുറകിലല്ല കേട്ടോ. ഏതായാലും വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇങ്ങനെ കഴിയുമ്പോഴാണ് നമ്മുടെ കഥാനായികയായ ഫൗസിയക്ക് ചില പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതെന്തായിരുന്നു ഫൗസിയെക്കുറിച്ച്? ഓ ഫൗസിയ, ദീനിൻ മുത്താണു നീ, എത്രയോ നാളുകൾ താണ്ടിടാ. ഓ ഫൗസിയ, നിന്റെ കണ്ണാണു നേരിലും നേരിലായി നിന്നു നീ. നിന്റെ വഴിയായി ദീനിന്റെ കിളിവാതിലിൽ തട്ടിമാറുന്നു അന്യന്റെ തിരുനോട്ടമിൽ. നിന്റെ ദിക്റായി സ്വബറായി നേർപാതയിൽ നേരിൽ വഴിയാകെ നിറയുന്ന കനിയാണു നീ. ഓ ഫൗസിയ, ദീനിൻ മുത്താണു നീ, എത്രയോ നാളുകൾ താണ്ടിടാ. ഓ ഫൗസിയ, നിന്റെ കണ്ണാണു നേരിലും നേരിലായി നിന്നു നീ.
തിരുമൊഴിയായി നീ പറഞ്ഞതെന്തിനോ, ഒരു വഴി മാത്രമായി വന്നു ഫൗസിയ. ഒരു കുട ചൂടി എത്ര പോയതാണു നീ, കടമിഴി കള്ള നോട്ടം തട്ടി മാറ്റുവാൻ. ഒരു മൊഴിയില്ല നിന്റെ ഉള്ളിൽ നിന്നുമായി, ചെറുചിരി പോലുമില്ല ഒറ്റ നേരവും. ഓ ഫൗസിയ, ഓ ഫൗസിയ, ഓ ഫൗസിയ, ഓ ഫൗസിയ, ഓ ഫൗസിയ ദീനിൻ മുത്താണു നീ, എത്രയോ നാടുകൾ താണ്ടിടാ. ഓ ഫൗസിയ നിന്റെ കണ്ണാണു നേർ, നേരിലും നേരിലായി നിന്നു നീ. നിറതുവയായി വന്നു 5 നേരവും, മനവും നീ തുറന്നു ലോകനാഥനിൽ. ഒഴിവോ ഒന്നുമില്ല നിന്റെ നോമ്പുകൾ, കൗലന്നസനയായി മുമ്പിലായി നീ. കളിയും ചിരിയുമില്ല ഇൽമിൻ നേരമിൽ, അതപിൻ നീ വളർന്നു റബ്ബിലായിടാൻ. ഓ ഫൗസിയ, ഓ ഫൗസിയ, ഓ ഫൗസിയ, ഓ ഫൗസിയ, ഓ ഫൗസിയ ദീനിൻ മുത്താണു നീ, എത്രയോ നാടുകൾ താണ്ടിടാ. ഓ ഫൗസിയ നിന്റെ കണ്ണാണു നേർ, നേരിലും നേരിലായി നിന്നു നീ. നിന്റെ വഴിയായി നിന്റെ കിളിവാതിലിൽ തട്ടി മാറ്റുന്നു വന്നിന്റെ തിരുനോട്ടമിൽ. നിന്റെ ദിക്റായി സ്വബിറായി നേർപാതയിൽ, നേരിൻ വഴിയാകെ നിറയുന്ന കനിയാണു നീ. ഓ ഫൗസിയ ദീനിൻ മുത്താണു നീ, എത്രയോ നാടുകൾ താണ്ടിടാ. ഓ ഫൗസിയ നിന്റെ കണ്ണാണു നേർ, നേരിലും നേരിലായി നിന്നു നീ. മനസ്സിൽ ഉന്മേഷവും മുഖത്ത് പ്രസന്നതയുമായി അറബി കോളേജിലേക്ക് പോകുന്ന അവളെ ഒരു ചെറുപ്പക്കാരൻ നോട്ടമിടുന്നുണ്ടായിരുന്നു. അതവൾ അറിഞ്ഞില്ല. ചില പെൺകുട്ടികളെപ്പോലെ കണ്ട വായ്നോക്കികൾ അവൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. ജീവിതം അച്ചടക്കം നിറഞ്ഞതായിരിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. ആർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ചെറുചിരി പോലും അവളിൽ നിന്നുണ്ടാവാറില്ല. പഠനത്തിലാണ് ശ്രദ്ധ മുഴുവനും. ദരിദ്രനായ തൻ്റെ ഉപ്പയുടെ അവസ്ഥ അവൾക്കറിയാം. പഠിച്ച് എന്തെങ്കിലും ജോലി നേടണം. അങ്ങനെ ഉപ്പക്കൊരു താങ്ങും തണലുമാവണം. അതിലുപരി ജീവിതത്തിൽ ആത്മീയ ശുദ്ധി നിലനിർത്തണം. ഇതൊക്കെ കണ്ട വായനോക്കികൾക്കറിയുമോ? സൗന്ദര്യവും ശാലീനതയുമുള്ള പെൺകുട്ടികളെ കണ്ടാൽ കഴുകക്കണ്ണറിയാൻ എത്ര ആൾക്കാരാണ്. ദിവസേന ബസ് സ്റ്റോപ്പിൽ ഒരു ചെറുപ്പക്കാരൻ്റെ സാന്നിധ്യം ഫൗസിയയും കൂട്ടുകാരും തിരിച്ചറിയുകയാണ്. ഒരു കൂട്ടുകാരി പറഞ്ഞു, ദേ ഫൗസിയ, ആള് തന്നെയാ നോക്കുന്നത് കേട്ടോ. അവൻ്റെ നോട്ടം തൻ്റെ നേർക്കാണെന്നറിഞ്ഞപ്പോൾ അവളുടെ ഉള്ളു പൊള്ളി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നിലക്കും അവൾ വീഴുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവൾക്കായി ഒരു കത്തയക്കുകയാണ്. വിറച്ച കൈകളോടെയും ഹൃദയമിടിപ്പുകളോടുകൂടെയാണ് അവൾ ആ കത്തിലെ വരികൾ വായിച്ചത്. എൻ്റെ പേര് ഹൈദർ, ചെറിയ കച്ചവടവുമായി അങ്ങനെ ജീവിച്ചു പോകുന്നു. ഫൗസിയ, നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല. അവർക്കിടയിൽ നിന്നും ഫൗസിയെ വേർതിരിക്കുന്ന എന്തോ ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതാണ് ഫൗസിയ എൻ്റെ ഉള്ളിൽ നിറയാൻ കാരണം. ചളിക്കുണ്ടിൽ വിരിഞ്ഞ താമരയാണ് നീ. എൻ്റെ ഉറക്കം കെടുത്തുന്ന രാജകുമാരിയാണ് നീ. എൻ്റെ പ്രതീക്ഷയും ജീവിതവും ഇനി ഫൗസിയ മാത്രമാണ്. നീ ഇല്ലാത്തൊരു ജീവിതം ഇനി എനിക്ക് സങ്കല്പിക്കാനേ വയ്യാത്തത്. എന്നെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. 3 ദിവസത്തിനകം എനിക്ക് മറുപടി തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എനിക്ക് അനുകൂലമായൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് സ്വന്തം ഹൈദർ. സാധാരണ പെൺകുട്ടികളെ വശീകരിക്കുന്ന ചില തന്ത്രങ്ങളാണ് അവൻ പ്രയോഗിച്ചത്. ദുർബലരായ പെൺകുട്ടികളെ ഇങ്ങനെ പേടിപ്പിച്ച് തങ്ങളുടെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്തുക. ഫൗസിയ ഒരു സാധാരണ മദ്രസ അധ്യാപകൻ്റെ മകളായതിനാൽ അവളെ പെട്ടെന്ന് വീഴ്ത്താമെന്ന് അവൻ കരുതി. പക്ഷേ വായന കൊണ്ടും വിജ്ഞാനം കൊണ്ടും ഫൗസിയ നേടിയെടുത്ത ഒരു മനക്കരുത്തുണ്ടല്ലോ. ഇത്തരം പ്രലോഭനങ്ങളിലും ചതിക്കുഴികളിലും വീണുപോകാതിരിക്കാനുള്ള ഒരു ഈമാനിക ബോധവും ചങ്കൂറ്റവുമുണ്ടല്ലോ, അതവൾ പുറത്തെടുക്കുകയാണ്. ഫൗസിയയുടെ അനുകൂല മറുപടിയും പ്രതീക്ഷിച്ച് ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു നമ്മുടെ കാമുകൻ ഹൈദർ. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നല്ലേ. ഒരു വട്ടം കൂടി പാതയിൽ ഇരു കണ്ണും നോക്കി നിന്നു മോൻ, ഒരു മാത്ര നോട്ടം കീട്ടുവാൻ ഇരു കൈയും നെഞ്ചിലേറ്റി മോൻ. ഒരു വട്ടം കൂടി പാതയിൽ
ഇരു കണ്ണും നോക്കി നിന്നു മോൻ ഒരു മാത്ര നോട്ടം കീട്ടുവാൻ ഇരു കൈയും നെഞ്ചിലേറ്റി അജബായി ആദ്യം ഫൗസിയ അതിലേറെ നീറ്റലുള്ളിലായി അകതാരിൽ മന്ത്രം നേരിലായി അവളന്ന് പോയി കാര്യമായി ഒരു വട്ടം കൂടി പാതയിൽ ഇരു കണ്ണും നോക്കി നിന്നു മോൻ ഒരു മാത്ര നോട്ടം കീട്ടുവാൻ ഇരു കൈയും നെഞ്ചിലേറ്റി നറുമം നിറഞ്ഞൊരുപ്പയാം കാര്യം പറഞ്ഞു നേരില ഉള്ളു തറക്കും നോട്ടമാം ഇരുളിൻ്റെ ഭാവി പേടിയാം ഒരു വട്ടം കൂടി പാതയിൽ ഇരു കണ്ണും നോക്കി നിന്നു മോൻ ഒരു മാത്ര നോട്ടം കീട്ടുവാൻ ഇരു കൈയും നെഞ്ചിലേറ്റി വേദന വേണ്ട ഭാവമിൽ പാത തെളിച്ചു നേരിലായി ഇൽമിൻ്റെ കാര്യമോതുവാൻ അന്നും നിറഞ്ഞു സ്നേഹമായി ഒരു വട്ടം കൂടി പാതയിൽ ഇരു കണ്ണും നോക്കി നിന്നു മോൻ ഒരു മാത്ര നോട്ടം കീട്ടുവാൻ ഇരു കൈയും നെഞ്ചിലേറ്റി ഭാരം നിറഞ്ഞു നെഞ്ചകം ദൂരം മറന്നു ഭാരവും മുള്ളായി നിറഞ്ഞ കാലനെ പരിചയായി വന്നു വീഴ്ത്തുവാൻ ഒരു വട്ടം കൂടി പാതയിൽ ഇരു കണ്ണും നോക്കി നിന്നു മോൻ ഒരു മാത്ര നോട്ടം കീട്ടുവാൻ ഇരു കൈയും നെഞ്ചിലേറ്റി ഒരു വട്ടം കൂടി പാതയിൽ ഇരു കണ്ണും നോക്കി നിന്നു ഒരു മാത്ര നോട്ടം കീട്ടുവാൻ ഇരു കൈയും നെഞ്ചിലേറ്റി കൂട്ടുകാരികളോട് അഭിപ്രായം ചോദിക്കാൻ അവൾക്ക് താല്പര്യം തോന്നിയില്ല. ചെറുപ്രായത്തിൻ്റെ അനുഭവക്കുറവിൽ നിന്ന് അവരുടെ തീരുമാനം അനൗചിത്യമായി പോയാലോ? അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെയാണ്. ഉപ്പ അവളുടെ അത്താണി കൂടിയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ തനിക്ക് ഉപദേശങ്ങൾ നൽകാറുള്ള പ്രിയപ്പെട്ട ഉപ്പ, ചിരിയും തമാശയുമായി വീട്ടിൽ സന്തോഷ നിമിഷങ്ങൾ തീർക്കുന്ന സ്നേഹനിധിയായ ഉപ്പ. ഈ പ്രതിസന്ധിയും ഉപ്പയുമായി പങ്കുവെക്കാം. അതല്ലെങ്കിൽ വലിയ നന്ദികേടായി പോവും. നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും പക്വതയും അവർക്കുണ്ടല്ലോ. പിന്നെ വൈകിയില്ല. നല്ല സമയം നോക്കി അവൾ കാര്യങ്ങളെല്ലാം ഉപ്പയോട് പറയുകയാണ്. ഉപ്പ, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് മോളെ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് പറയൂ. അതെങ്ങനെയാണ് ഞാൻ പറയുക? ഒന്നുമില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല. അല്ല മോളെ, എന്താണെങ്കിലും പറയൂ. ഉപ്പ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൾ കാര്യം പറയുകയാണ്. വഴിയിൽ തന്നെ ശല്യപ്പെടുത്തുന്ന ആ ചെറുപ്പക്കാരൻ്റെ കഥ അവൾ പറയുകയാണ്. അത് കേട്ട് ഉപ്പ ഒരു നിമിഷം നെട്ടിയെങ്കിലും പതിവ് ചിരിച്ചിരിച്ച് അയാൾ മോളെ സമാധാനിപ്പിച്ചു. നീ മറുപടിയൊന്നും കൊടുക്കേണ്ട കേട്ടോ, പഠിപ്പിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞ് ഫൗസിയെ സമാധാനിപ്പിച്ചെങ്കിലും ഉസ്മാൻക അസ്വസ്ഥനാവുകയായിരുന്നു. തൻ്റെ മകളെ ശല്യപ്പെടുത്തുന്നവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അയാൾ നേരെ പോയത് ഹൈദറിൻ്റെ കടയിലേക്കാണ്. എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് അവൻ്റെ കോളറിൽ കയറിപ്പിടിച്ച് പുറകിലേക്കൊരു തള്ളായിരുന്നു. നിനക്ക് പ്രേമലേഖനം എഴുതണമല്ലടാ എന്നും ചോദിച്ച് കയ്യോങ്ങുകയാണ്. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഹൈദർ പതറിയെങ്കിലും അവൻ സടകുഴഴുന്നേറ്റ് പ്രതിരോധിക്കാൻ തുടങ്ങി. പീടികയിലെ സാധനങ്ങൾ ഒന്നൊന്നായി മറിഞ്ഞു വീണു. ആളുകൾ വന്ന് പിടിച്ചു മാറ്റിയപ്പോൾ പരസ്പര വാക്കേറ്റമായി. ഉസ്മാൻകയുടെ ക്ഷോഭിക്കുന്ന മുഖം കണ്ട് ആളുകൾ അതിശയിച്ചു. അയാൾ നിന്ന് വിറക്കുകയായിരുന്നു. പെൺപിള്ളേരെ വഴി നടക്കാൻ സമ്മതിക്കുകയില്ല എന്നും ചോദിച്ച് അയാൾ ദേഷ്യത്തോടെ പല്ല് നെരിച്ചു.
ഉൾക്കരുത്ത് നേടിയ ഹൈദർ ഉസ്മാൻകയെ സമാധാനിപ്പിച്ചു. ഓഹോ, ഇതാണോ കാര്യം? എനിക്ക് ഫൗസിയെ ഇഷ്ടമായി. അവളൊരു ദീനിയായ കുട്ടിയല്ലേ, ഞാൻ അവളെ വിവാഹം കഴിക്കും. ആളുകൾ ഇടപെട്ട് ഉസ്മാൻകയെ സമാധാനിപ്പിക്കുന്നു. പോട്ടെ, ചെറുപ്പക്കാരല്ലേ, എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാം. തൽക്കാലം പിരിഞ്ഞെങ്കിലും പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. ഫൗസിയെ കല്യാണം കഴിക്കണമെന്ന ആവശ്യം അവൻ വീണ്ടും വീണ്ടും ഉന്നയിച്ചപ്പോൾ ഉസ്മാൻകയും മെല്ലെ മെല്ലെ അയയുകയായിരുന്നു. അവൻ തൻ്റെ മനസ്സ് തുറന്ന് ഫൗസിയയ്ക്ക് വീണ്ടും എഴുതി. വിവാഹക്കാര്യമറിഞ്ഞപ്പോൾ അവൾക്കും സന്തോഷമായി. ധാരാളം വായി നോക്കികൾ അവൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇയാൾ അത്തരക്കാരനല്ല. ഒതുക്കമുള്ള ജീവിതം, നല്ല കച്ചവടക്കാരൻ, അതിലുപരി ആരും കൊതിച്ചു പോകുന്ന സുമുഖൻ. വിവരമറിഞ്ഞ കൂട്ടുകാരികൾക്കും പെരുത്ത് സന്തോഷം. കാര്യങ്ങൾ പുരോഗമിച്ചപ്പോഴാണ് മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കല്യാണത്തിൻ്റെ കാര്യവും പറഞ്ഞ് ഹൈദറിൻ്റെ ഉപ്പയെ സമീപിച്ചപ്പോഴാണ് ഫൗസിയുടെ സ്വപ്നങ്ങൾ തകർന്നു പോകുന്ന ചില കാര്യങ്ങൾ അടുത്തറിയാനായത്. അതെന്തായിരുന്നുവെന്ന്. സ്വർണം വേണം സ്വർണം, ഒരുപാട് നോട്ടുകൾ. സ്വർണം വേണം സ്വർണം, ഒരുപാട് നോട്ടുകൾ. ഇതമോനെ മാറനാക്കാം, അതിലേറെ ധീരനാക്കാം. ഇതമോനെ മാറനാക്കാം, അതിലേറെ ധീരനാക്കാം. എന്നും കൽബിൽ മോഹമായി കബറ് മറന്നവരെ, എന്നും കൽബിൽ മോഹമായി കബറ് മറന്നവരെ. സ്വർണം വേണം സ്വർണം, ഒരുപാട് നോട്ടുകൾ. സ്വർണം വേണം സ്വർണം, ഒരുപാട് നോട്ടുകൾ. 1000 ദല്ലാൽ മനം പോലെ മുന്നിൽ ഇതാ വന്നിടുന്നു ഇണക്കാനുമേ. 1000 ദല്ലാൽ മനം പോലെ മുന്നിൽ ഇതാ വന്നിടുന്നു ഇണക്കാനുമേ. സ്വർണം കാറ് ചൂണ്ടിത്തന്നു ഒറ്റ മൂളൽ മാത്രമായി. സുന്ദരികൾ വേറെ വന്നു ഒന്നിനൊന്ന് ലാഭമായി. തങ്കമായി നിറയുന്നേ എൻ്റെ ചിന്ത മുന്നിലുമായി. പൊന്നും നോട്ടും ഏറെയായി പാത തെളിച്ചവരെ, പൊന്നും നോട്ടും ഏറെയായി പാത തെളിച്ചവരെ. സ്വർണം വേണം സ്വർണം, ഒരുപാട് നോട്ടുകൾ. സ്വർണം വേണം സ്വർണം, ഒരുപാട് നോട്ടുകൾ. അജബായി അന്ന് സുആലിൻ്റെ മുന്നിൽ അതാ പോന്നിടുന്നു കരയാനുമേ. അജബായി അന്ന് സുആലിൻ്റെ മുന്നിൽ അതാ പോന്നിടുന്നു കരയാനുമേ. വീട്ടിൽ വന്ന് കണ്ണ് നിറച്ചു അന്ന് രാത്രി നേരമേ. പൊന്നുമോളെ മാറി നിന്നു മുമ്പിൽ വന്ന കാര്യമേ. ഭാര്യയെന്ന് കരയുന്നേ എൻ്റെ ഉള്ളു പൊള്ളലുമായി. റബ്ബേ ക്ഷമയായി തീർക്കണേ കണ്ണ് കലങ്ങിടുമേ. റബ്ബേ ക്ഷമയായി തീർക്കണേ കണ്ണ് കലങ്ങിടുമേ. സ്വർണം വേണം സ്വർണം, ഒരുപാട് നോട്ടുകൾ. സ്വർണം വേണം സ്വർണം, ഒരുപാട് നോട്ടുകൾ. ഇതമോനെ മാറനാക്കാം, അതിലേറെ ധീരനാക്കാം. ഇതമോനെ മാറനാക്കാം, അതിലേറെ ധീരനാക്കാം. എന്നും കൽബിൽ മോഹമായി കബറ് മറന്നവരെ, എന്നും കൽബിൽ മോഹമായി കബറ് മറന്നവരെ. സ്വർണം വേണം സ്വർണം, ഒരുപാട് നോട്ടുകൾ. സ്വർണം വേണം സ്വർണം, ഒരുപാട് നോട്ടുകൾ. ഉസ്മാൻ കാക്ക് വലിയ ആവേശമായിരുന്നു. ചെറിയ പ്രശ്നമുണ്ടായെങ്കിലും തൻ്റെ മോൾക്ക് നല്ലൊരു പുതിയാപ്പിളയാണല്ലോ കിട്ടാൻ പോകുന്നത്. അയാൾ രഹസ്യമായി ഹൈദറിനെ കുറിച്ച് അന്വേഷിച്ചു. മതകാര്യൻ, നിഷ്ഠൻ, നല്ല കച്ചവടക്കാരൻ, കള്ളവും ചതിയുമില്ലാത്തവൻ, സത്യസന്ധൻ, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവൻ, സ്ത്രീധനത്തിൻ്റെ കാര്യത്തിലൊന്നും വലിയ വാശിയില്ലാത്തവൻ, കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കാത്ത നല്ല ചെറുപ്പക്കാരൻ, മകളെ കെട്ടിച്ചുകൊടുക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ. ഓർത്തപ്പോൾ ഉസ്മാൻ കാക്ക് സന്തോഷമായി. ഈ കാര്യം പറയുമ്പോൾ അന്വേഷണത്തിൻ്റെ വിഷയം സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് വരനെ തിരഞ്ഞെടുക്കാനുള്ള തത്രപ്പാടിനിടയിൽ പലപ്പോഴും പെൺകുട്ടികളുടെ മാനസം മറന്നു പോകുന്നു. വിവാഹം കഴിക്കാൻ പോകുന്ന മാരനെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. എന്നിട്ട് കള്ളുകൂടി എൻ്റെ മുമ്പിലേക്ക്
നിസ്കാരം ഉപേക്ഷിക്കൽ പതിവാക്കിയവൻ്റെ മുമ്പിലേക്ക്, പലിശക്കാരൻ്റെ വീട്ടിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുകയാണ്. എങ്ങനെയാണ് ആ കുട്ടിക്ക് സന്തോഷമുണ്ടാവുക? അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ബർക്കത്തുണ്ടാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അന്വേഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത് എന്ന് സാന്ദർഭികം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് ദല്ലാളുമാരുണ്ട്. അവരുടെ ചതിയിൽ നമ്മൾ ഒരിക്കലും വീഴരുത്. ഒരു ദല്ലാള് ഒരു പാവപ്പെട്ട പിതാവിനോട് പറഞ്ഞത്, ചെക്കൻ്റെ സ്വഭാവം പറയുകയാണെങ്കിൽ അവൻ താമരയെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ താമര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സൗരഭ്യം, ഒരു സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ. ഇയാൾ പിന്നെ അധികമൊന്നും അന്വേഷിക്കാൻ നിന്നില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഒന്നാം സൽക്കാരത്തിൻ്റെ അന്ന് തന്നെ താമരയുടെ തനി നിറം അയാൾ തിരിച്ചറിഞ്ഞു. അന്നവൻ വീട്ടിലേക്ക് വന്നത് 4 കാലിലായിരുന്നു. വെള്ളമടിച്ച് കണ്ണ് കലങ്ങി പാട്ടുകൾ പാടി ചിതറിയ വാക്കുകളുമായി വീട്ടിലേക്ക് കയറി വന്ന പുതിയാപ്പിളയെ കണ്ട് ആ ദരിദ്രനായ പിതാവ് നെഞ്ചത്ത് കൈവച്ചു. എന്നോട് തന്നെ ഈ ചതി ചെയ്തല്ലോ. അയാൾ അപ്പോൾ തന്നെ ദല്ലാളിൻ്റെ അരികിലേക്ക് പാഞ്ഞു ചെന്നു. അപ്പോൾ ദല്ലാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? ഞാൻ അന്നേ പറഞ്ഞില്ലേ ചെക്കൻ്റെ സ്വഭാവം ഒരു താമരയെ പോലെയാണ്, താമര എപ്പോഴും വെള്ളത്തിലാണ് എന്ന് നിങ്ങൾ അറിയാത്തത് എൻ്റെ കുഴപ്പമാണോ എന്നാണ് ചോദ്യം. ഇങ്ങനെ വളരെ ലാഘവത്തോടുകൂടി ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു ദല്ലാൾ പറഞ്ഞത്, പുതിയാപ്പിളുടെ ചുറ്റുപാടൊക്കെ വളരെ നല്ല ചുറ്റുപാടാണ്. ചെന്ന് നോക്കുമ്പോൾ എന്ത് ചുറ്റുപാട്? നിസ്കാരമില്ല, മറ്റൊരു നല്ല കാര്യവുമില്ല, പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് സ്ത്രീധനം വാങ്ങിയിട്ട് അടിച്ചു പൊളിക്കണമെന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാരനാണ്, പണിയൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ട് പിതാവ് ബ്രോക്കറോട് ചോദിച്ചു, നീയല്ല പറഞ്ഞ ചുറ്റുപാടൊക്കെ നല്ല ചുറ്റുപാടാണ്, അവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങൾ ചെക്കൻ്റെ വലതുഭാഗത്തേക്ക് നോക്കിയ വീട് ഒരു ഡോക്ടർ വീടല്ലേ? ഇടതുഭാഗത്തെ വീട് കണ്ടോ? കലക്ടർ വീടല്ലേ? മുൻഭാഗത്തെ വീട് കണ്ടോ? എഞ്ചിനീയർ വീടല്ലേ? ഇതൊക്കെയല്ലേ ചുറ്റുപാട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന എത്രയോ ആളുകൾ. ഇതുപോലെ ഒരുപാട് വിഷയങ്ങളാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പിന്നെ വൈകിയില്ല. വേണ്ടപ്പെട്ട ഒരു കാരണവരെയും കൂട്ടി ഔദ്യോഗികമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉസ്മാൻ ക ഹൈദറിൻ്റെ ഉപ്പയെ സമീപിക്കുകയായിരുന്നു. ഫൗസിയയും വിവരങ്ങൾ യഥാവധി അറിയുന്നുണ്ട് എന്ന് കരുതി ചില പെൺകുട്ടികളെ പോലെ ഹൈദറിനെ കാണാനോ സംസാരിക്കാനോ എന്തിന് ഒന്ന് ഫോൺ ചെയ്യാനോ പോലും അവൾ തയ്യാറായില്ല. അയാളെ ഇഷ്ടമുണ്ട് എന്നത് നേര് തന്നെ, അത് മനസ്സിൽ ഒതുക്കി വെക്കുക. വിവാഹം ശരിയായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രേമത്തിൻ്റെ പേരിൽ ചതിയിൽപ്പെട്ട ഒരുപാട് പെൺകുട്ടികളെക്കുറിച്ച് അവൾക്കറിയാം. പെൺകുട്ടികളുടെ ജീവിതം ഒരു നാണിന്മേൽ കളിയാണ്. പിടിവിട്ടാൽ എല്ലാം തീർന്നു. അമൂല്യമായത് നഷ്ടപ്പെട്ടാൽ പിന്നെ അത് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അവൾ നേടിയ മതപരമായ വിജ്ഞാനം അവളെ പക്വമതിയാക്കാൻ പര്യാപ്തമായിരുന്നു. എന്നാൽ ഹൈദർ ആവട്ടെ ഇടയ്ക്കിടെ ഫൗസിയുമായി സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും അത് വിജയിക്കാതെ പോയി. എന്നാലും എന്തോ ഒരു പ്രത്യേകത അവളിൽ ഉള്ളതായി ഹൈദറിന് തോന്നുകയാണ്. എത്രയും പെട്ടെന്ന് അവളെ സ്വന്തമാക്കാൻ കഴിയണേ എന്നവൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഹൈദറിൻ്റെ ഉപ്പ അയാളെ സമീപിച്ചപ്പോഴാണ് ഉസ്മാൻ കാക്ക് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. എല്ലാറ്റിനും അയാൾ തയ്യാറാണ്. ഉസ്മാൻ കയെയും ഫൗസിയും ഒക്കെ ഇഷ്ടമായി. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം അയാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. സ്ത്രീധനം 1.5 ലക്ഷവും 75 പവനും കിട്ടണം, അതും റൊക്കമായി. അയാളുടെ മുഖം ഒരു പലിശക്കാരനെ പോലെ ക്രൂരനാവുന്നത് ഉസ്മാൻ ക തിരിച്ചറിഞ്ഞു. എന്തു പറയണമെന്നറിയാതെ ഉസ്മാൻ ക വിയർത്തു. ഹൈദറുമായുള്ള കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നയാൾ നെട്ടലോടെ തിരിച്ചറിയുകയാണ്. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടുമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട്, അതിനിടയിൽ ഇത്രയും വലിയ ഒരു സംഖ്യ, അത് ഓർക്കാൻ പോലും ഉസ്മാൻ കാക്ക് കഴിയാത്തത്. അതിനേക്കാൾ അദ്ദേഹത്തെ അതിശയപ്പെടുത്തിയത് ഈ വിവരം കേട്ടവരൊന്നും ഹൈദറിൻ്റെ ഉപ്പയെ തള്ളിപ്പറഞ്ഞില്ല എന്നതാണ്. ഇതൊക്കെ നാട്ടു നടപ്പല്ലേ? പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്താൽ മാത്രം മതിയോ? അവരെ കെട്ടിക്കാനുള്ള സാമ്പത്തിക ശേഷി കൂടി കണ്ടെത്തേണ്ടേ എന്ന രീതിയിലായിരുന്നു ആളുകളുടെ സമീപനം. അവർ ചോദിക്കുന്നു, ഉസ്മാൻ ഖ, നിങ്ങൾക്ക് വിവരമില്ലേ? മറ്റ് വീടുകളിൽ പോയി ബിരിയാണി വയറ് നിറച്ച് തിന്നുമ്പോൾ ഓർത്തില്ലേ നാട്ടുകാർക്കൊക്കെ ബിരിയാണി വിളമ്പാനുള്ള ഒരു ദിവസം നിങ്ങൾക്കും ഉണ്ടാവുമെന്ന്? ഒന്നും ഒരുക്കി വെക്കാതെയാണോ കല്യാണം ഉറപ്പിക്കാൻ പോയത്? മോശം, മോശം. ഉസ്മാൻ ഖ ഒരു ചിരി ചിരിച്ചു. ഹൃദയം നുറങ്ങുന്ന ചിരി. ഫൗസിയുടെ മനസ്സിൽ മുട്ടിട്ട മോഹങ്ങൾ കരിയുകയാണല്ലോ എന്ന വേദന. എന്നാൽ ഹൈദർ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നത്? മതബോധം നിറയും നിൻ കരളേ, എൻ പരലോകം തെളിയാൻ നീ വരുമോ? ഒഴിവാക്കാം ഞാനെന്നും കനിയേ, അവൾ ചോദിക്കും സ്വർണത്തിൻ കൂട്ടം. മതബോധം നിറയും നിൻ കരളേ, എൻ പരലോകം തെളിയാൻ നീ വരുമോ? ഒഴിവാക്കാം ഞാനെന്നും കനിയേ, അവൾ ചോദിക്കും സ്വർണത്തിൻ കൂട്ടം.
അരികത്തൊരു കൂട്ട് കൽബിൻ ചെറുപട്ട് ശവ്വാൽ കിളിപ്പാട്ട് കേൾക്കാനരികത്ത് ഒഴിയാൻ കഴിയില്ല വിധിയാണോ നിധിയേ, ഒഴിയാൻ കഴിയില്ല വിധിയാണോ നിധിയേ, മികവേറും കളിയോടമായി നീ മതബോധം നിറയുന്നൻ കരളേ, എൻ പരലോകം തെളിയാൻ നീ വരുമോ, ഒഴിവാക്കാം ഞാനെന്നും കനിയേ, അവൾ ചോദിക്കും സ്വർണത്തിൻ കൂട്ടം. കളിയിൽ അന്നാ വഴിയിൽ ഒരു നോട്ടം കണ്ടതല്ലേ നമ്മൾ, അല്ലാ ഒരുമിക്കാൻ തേടിടുന്നു ഞങ്ങൾ, നേരിൽ അന്നാ ചിരിയിൽ ഒരു മാത്ര നിന്നതല്ലേ ഞങ്ങൾ, അല്ലാ സ്നേഹത്തിൻ തേരിലായി ഞങ്ങൾ, ഒഴിയാൻ കഴിയില്ല വിധിയാണോ നിധിയേ, ഒഴിയാൻ കഴിയില്ല വിധിയാണോ നിധിയേ, മികവേറും കളിയോടമായി നീ, മികവേറും കളിയോടമായി നീ മതബോധം നിറയുന്നൻ കരളേ, എൻ പരലോകം തെളിയാൻ നീ വരുമോ, ഒഴിവാക്കാൻ ഞാനെന്നും കനിയേ, അവൾ ചോദിക്കും സ്വർണത്തിൻ കൂട്ടം. ഗമയിൽ അന്നാ തിരയിൽ വഴി മാറ്റാൻ കൂട്ടിനില്ല നമ്മൾ, അല്ലാ പുതുജീവൻ കണ്ടിടുന്നു ഞങ്ങൾ, വഴിയിൽ അന്നാ നിലയിൽ സ്വർണത്തിൻ പേരിലായി നമ്മൾ, അല്ലാ മാമൂലിൻ കൂട്ടിലായി ഞങ്ങൾ, ഒഴിയാൻ കഴിയില്ല വിധിയാണോ നിധിയേ, ഒഴിയാൻ കഴിയില്ല വിധിയാണോ നിധിയേ, മികവേറും കളിയോടമായി നീ, മികവേറും കളിയോടമായി നീ മതബോധം നിറയുന്നൻ കരളേ, എൻ പരലോകം തെളിയാൻ നീ വരുമോ, ഒഴിവാക്കാൻ ഞാനെന്നും കനിയേ, അവൾ ചോദിക്കും സ്വർണത്തിൻ കൂട്ടം. അരികത്തൊരു കൂട്ട് കൽബിൻ ചെറുപട്ട് ശവ്വാൽ കിളിപ്പാട്ട് കേൾക്കാനരികത്ത് ഒഴിയാൻ കഴിയില്ല വിധിയാണോ നിധിയേ, ഒഴിയാൻ കഴിയില്ല വിധിയാണോ നിധിയേ, മികവേറും കളിയോടമായി നീ മതബോധം നിറയുന്നൻ കരളേ, എൻ പരലോകം തെളിയാൻ നീ വരുമോ, ഒഴിവാക്കാം ഞാനെന്നും കനിയേ, അവൾ ചോദിക്കും സ്വർണത്തിൻ കൂട്ടം. അവൻ ഫൗസിയയ്ക്ക് വീണ്ടും എഴുതി, അങ്ങനെ നിരാശപ്പെടരുത്, ഞാൻ ഉപ്പയോട് സംസാരിക്കട്ടെ, എല്ലാം ശരിയാവുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ വിവരം അവൻ ഉസ്മാൻക്കയോടും പറഞ്ഞു. എന്തു വന്നാലും ഫൗസിയെ സ്വന്തമാക്കണമെന്ന് അവന് വാശിയായി. 14-ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെപ്പോലെ തൻ്റെ ജീവിതത്തിൽ വെളിച്ചം വീശേണ്ടവളാണ് ഫൗസിയ എന്നവന് തോന്നുകയാണ്. ഉസ്മാൻക്ക പറഞ്ഞു, നിന്റെ നല്ല മനസ്സിന് നന്ദി മോനെ, പക്ഷെ ഉപ്പയെ ധിക്കരിക്കുന്നത് എനിക്കിഷ്ടമല്ല, സമ്മതിച്ചാൽ നമുക്ക് ശ്രമിക്കാം. തൻ്റെ ഉപ്പയുടെ പണത്തോടുള്ള ആർത്തി ഹൈദറിനെ ഏറെ നെട്ടിപ്പിച്ചു. നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയതിൽ എനിക്ക് ചില പ്രതീക്ഷകളുണ്ട്. നീ നടത്തുന്ന കച്ചവടമുണ്ടല്ലോ, അത് ഞാൻ മുടക്കിയ കാശ് എത്രയാണെന്നറിയോ? ഈ വീട് പുനർനിർമ്മിക്കാൻ എനിക്ക് ചിലവായ ലക്ഷങ്ങളെക്കുറിച്ച് നിനക്ക് വല്ല ചിന്തയുമുണ്ടോ? അതൊക്കെ തിരിച്ചു പിടിക്കണമെന്ന് എൻ്റെ ആവശ്യം അതൊരു അതിമോഹമാണോ അതോ ന്യായമായ ആഗ്രഹമാണോ എന്നാണ് അവൻ്റെ ഉപ്പ ചോദിച്ചത്. അവൻ എന്തൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും വിലപ്പോയില്ല. മറ്റുള്ളവരുടെ പൊരുത്തമില്ലാതെ കിട്ടുന്ന കാശിൽ ബറക്കത്തുണ്ടാവില്ല, അതൊക്കെ വന്ന വഴിക്ക് പോകും. ആ പാവപ്പെട്ട പെൺകുട്ടിക്കൊരു ജീവിതം കൊടുത്താൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അതൊക്കെ ജലരേഖയായി അവശേഷിക്കുകയാണ്. വൈകിയാണെങ്കിലും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല എന്നവൻ വേദനയോടെ തിരിച്ചറിയുന്നു. ഫൗസിയില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നവൻ അറിയും. ഇനി എന്ത് ചെയ്യും? ഉസ്മാൻക്കയും കൂടുതൽ അസ്വസ്ഥനായി. ഈ വിവാഹം മനസ്സിപ്പോയത് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു. അതുമാത്രമല്ല, ഫൗസിയയുടെ പോലും പ്രായമാവാത്ത പല പെൺകുട്ടികളും നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് വിവാഹം ചെയ്തു പോയ വിവരം അതെൻ്റെ മോൾ കാണുന്നുണ്ടല്ലോ എന്ന ദുഃഖസത്യം അയാളെ അസ്വസ്ഥനാക്കി. ഏതെങ്കിലും ഒരു വിവാഹം എത്രയും പെട്ടെന്ന് ശരിപ്പെടുത്തണമെന്ന് അയാൾ ഉറപ്പിക്കുകയാണ്. പ്രഷർ രോഗിയായ ഭാര്യയും അതിനെ നിർബന്ധിക്കുകയായിരുന്നു. ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കോളേജിൽ പോകുന്ന ഫൗസിയ പീഡികയിൽ വിഷണ്ണനായിരിക്കുന്ന ഹൈദറിനെ അറിയാതെ നോക്കാറുണ്ട്. കണ്ണുകൾ തമ്മിൽ ഉടക്കുമെങ്കിലും വേഗം പിൻവലിക്കും. വേദന മനസ്സിൽ ഒതുക്കാൻ അവൾ ശ്രമിക്കുകയാണ്. മുമ്പൊന്നുമില്ലാത്ത ഒരിഷ്ടം അയാളോട് തോന്നുന്നുണ്ടോ എന്ന് ഫൗസിയ ഭയപ്പെടുന്നു. ഈയിടെ പഠിപ്പിലും വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാതെ അവൾ വിഷണ്ണയാവുന്നുണ്ട്.
ഹൈദറുമായുള്ള കല്യാണം നടക്കില്ലെന്നറിഞ്ഞപ്പോൾ കുറച്ച് ദല്ലാളുമാർ ഉസ്മാൻകയുടെ ചുറ്റും കൂടി. നല്ല കൊഴുപ്പുള്ള ഇരയെ കിട്ടിയ സന്തോഷമായിരുന്നു അവർക്ക്. ഏത് വിധേനയും മകൾക്ക് വിവാഹം ശരിയാക്കണമെന്ന ചിന്തയായിരുന്നല്ലോ ഉസ്മാൻക്കും. അവരുടെ കസ്റ്റഡിയിൽ നിന്ന് പുതിയൊരു കക്ഷിയെ പുറത്തെടുക്കുകയാണ്. സ്ത്രീധനം വളരെ കുറച്ചു മതി, അഥവാ 1,00,000 രൂപയും 20 പവൻ ആഭരണവും. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഇനി ഒത്തുകിട്ടില്ല എന്നവർ ആണയിടുകയാണ്. ഫൗസിയ അതിന് സമ്മതിച്ചില്ല. പണത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നവർ കള്ളനാണെന്ന മഹൽ വചനം അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത്തരക്കാരെ എനിക്ക് വേണ്ട. അവളുടെ ഉള്ളിൽ അപ്പോഴും ഹൈദറായിരുന്നുവോ? അല്ലാഹു അഅലം. വിവാഹം കച്ചവടമായ പുതിയ കാലത്ത് പല ഇഷ്ടങ്ങളും അവഗണിക്കേണ്ടി വരുമല്ലോ. പുതിയ ആളുകളുടെ മുമ്പിൽ പെണ്ണ് കാണാൻ അവൾക്ക് നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ വന്ന ഒരു പുതിയാപ്പളുടെ സ്വഭാവവിശേഷങ്ങൾ അതിവിചിത്രമായിരുന്നു, അതിലേറെ രസകരമായിരുന്നു. നാടാകയോട്ടമാ സാമൂഹ്യമന്ത്രമാ സംഗീത സാന്ദ്രമാ ആഘോഷമുന്നിലാ ദൂർത്തിൻ്റെ കേന്ദ്രമാ തെറ്റായ കൂട്ടുമ ആലം മാലം ജീവന ആലം മാലം ജീവന നാടാകയോട്ടമാ സാമൂഹ്യമന്ത്രമാ സംഗീത സാന്ദ്രമാ ആഘോഷമുന്നിലാ ദൂർത്തിൻ്റെ കേന്ദ്രമാ തെറ്റായ കൂട്ടുമ ആലം മാലം ജീവന ആലം മാലം ജീവന നാടാകയോട്ടമാ യാ ഫൗസിയ ആശ്വാസമേകിടൂ യാ ഫൗസിയ മോളെ ക്ഷമിച്ചിടൂ യാ ഫൗസിയ ആശ്വാസമേകിടൂ യാ ഫൗസിയ മോളെ ക്ഷമിച്ചിടൂ യാ ഫൗസിയ വിരിയാറിഞ്ഞിടൂ യാ ഫൗസിയ വിരിയാറിഞ്ഞിടൂ യാ ഗഫാർ യാ ഗഫാറു യാ റഹീമു യാ മജീദു യാ കബീറു നിന്റെ നാമമോതിടും ക്ഷേമം എന്നു തേടിടും ക്ഷാമം മോടി മാഞ്ഞിടും നാടാകെയോട്ടമാ സാമൂഹ്യമന്ത്രമാ സംഗീത സാന്ദ്രമാ ആഘോഷമുന്നിലാ ദൂർത്തിൻ്റെ കേന്ദ്രമാ തെറ്റായ കൂട്ടുമ ആലം മാലം ജീവന ആലം മാലം ജീവന നാടാകെയോട്ടമാ യാ ഫൗസിയ ആശ്വാസമേകിടൂ യാ ഫൗസിയ മോളെ ക്ഷമിച്ചിടൂ യാ ഫൗസിയ ആശ്വാസമേകിടൂ യാ ഫൗസിയ മോളെ ക്ഷമിച്ചിടൂ യാ ഫൗസിയ വിരിയാറിഞ്ഞിടൂ യാ ഫൗസിയ വിരിയാറിഞ്ഞിടൂ യാ ഗഫാർ യാ ഗഫാറു യാ റഹീമു യാ മജീദു യാ കബീറു നിന്റെ നാമമോതിടും ക്ഷേമം എന്നു തേടിടും ക്ഷാമം മോടി മാഞ്ഞിടും നാടാകെയോട്ടമാ സാമൂഹ്യമന്ത്രമാ സംഗീത സാന്ദ്രമാ ആഘോഷമുന്നിലാ ദൂർത്തിൻ്റെ കേന്ദ്രമാ തെറ്റായ കൂട്ടമ ആലം മാലം ജീവന ആലം മാലം ജീവന നാടാകെയോട്ടമാ പണത്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നവരുടെ കാലത്താണല്ലോ നാം ജീവിക്കുന്നത്. ഈ പുതിയാപ്പിളയും അത്തരക്കാരൻ തന്നെ. തെളിച്ചു പറഞ്ഞാൽ കാര്യമായ പണിയൊന്നുമില്ലാത്തവൻ. വെള്ളക്കുപ്പായമിട്ട് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് തെക്ക് വടക്ക് നടക്കും. മിക്കവാറും പകലിൽ ഫുട്ബോളും ക്രിക്കറ്റും, വൈകുന്നേരം ക്ലബിൽ വന്ന് ക്യാരംസ് കളി. ആകെ ഒരു വെള്ളയാണ്. ചെരുപ്പും വാച്ചിൻ്റെ വെള്ളയും വരെ വെള്ള. മനസ്സും വെള്ളയാണ് കേട്ടോ. ആരോടും പ്രത്യേക വിരോധമില്ല, ഒന്നിനോടും ആസക്തിയുമില്ല. ജീവൻ നിലനിർത്തണമെന്നതുകൊണ്ട് 3 നേരത്തെ ആഹാരം 6 നേരമാക്കി. അതും ശരിക്ക് ചവച്ചരച്ചേ കഴിക്കൂ. കൂടെ തരാതരം പോലെ വെള്ളവും ചവച്ചരച്ച് കുടിക്കും. നിസ്കാര കാര്യത്തിലൊന്നും കൃത്യനിഷ്ഠയില്ല. വെള്ള വസ്ത്രവും വെള്ളച്ചെരുപ്പും ധരിക്കുന്ന എല്ലാവരും മാന്യന്മാരാണെങ്കിൽ ഇയാൾ മാന്യനിൽ മാന്യനാണ്. അനാവശ്യമായ ആഡംബരങ്ങൾ പണ്ടേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പെട്രോൾ ബോംബ്, AK-47, ഗ്രനേഡ്, മിസൈൽ എന്നിവയിലൊന്നും വിശ്വാസമില്ല. സാമൂഹ്യ പ്രവർത്തകനല്ലേ. കത്തി, കടാര, സൈക്കിൾ ചെയിൻ, കോടാലിക്കൈ എന്നിവയോടാണ് ഇഷ്ടം കൂടുതൽ. സ്വന്തം കൈകൊണ്ട് തല്ല് ഇഷ്ടവിനോദങ്ങളിൽപ്പെടും. സ്നേഹം കൂടുതലുള്ളവരോടാണ് ഈ പ്രയോഗം കേട്ടോ. പ്രത്യേക പണിയൊന്നുമില്ലാത്തതുകൊണ്ട് സ്ത്രീധനത്തിലാണ് താല്പര്യം.
പെണ്ണ് കൊള്ളാമെങ്കിൽ, സ്ത്രീധനം കൊടുക്കാൻ റെഡിയാണെങ്കിൽ ഇഷ്ടൻ ഓക്കെ. സാമൂഹ്യ പ്രവർത്തകനായതുകൊണ്ട് കാറ് വേണ്ട, ലക്ഷങ്ങൾ ചെലവഴിച്ച അറ വേണ്ട, അറയിൽ AC-യും TV-യും നിർബന്ധമില്ല, അടുക്കള കാണാൻ വരുമ്പോൾ ഫ്രിഡ്ജും മിക്സിയും തന്നാൽ നല്ലത്, മറ്റു മാമൂലുകളും നമുക്ക് ഒഴിവാക്കാം. പക്ഷേ കല്യാണത്തിന് കുറച്ചൊക്കെ ചിലവില്ലേ, അതിലേക്കാണ് സ്ത്രീധനം ആവശ്യപ്പെടുന്നത്. 20 പവനും 1 ലക്ഷം രൂപയും മാത്രം മതി. കല്യാണം കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ. ഇനിയിപ്പോൾ വെറുതെ നടന്നാൽ പറ്റില്ലല്ലോ. ഭാര്യയെ കൂടി പോറ്റാനുള്ളതുകൊണ്ട് അവളുടെ തന്തപ്പിടി തന്നെ കാശ് തരണം. 50 മുൻകൂറായി വേണം, ബാക്കി 50 കല്യാണത്തിൻ്റെ അന്ന് മതി. ഈ കാലത്ത് ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരെ കിട്ടണമെങ്കിൽ ഇതൊക്കെ വെറും നിസ്സാരമല്ലേ. ദല്ലാൾ പറഞ്ഞു വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ബേജാറോടെയാണെങ്കിലും ഉസ്മാൻക്ക് പറഞ്ഞു വേണ്ട വേണ്ട, ഇത് തന്നെ മതി. അത് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് അസ്വസ്ഥതയായി. എങ്ങനെയെങ്കിലും കാശ് സംഘടിപ്പിച്ചേ തീരൂ. വിവരമറിഞ്ഞ ഹൈദർ വിഷണ്ണനാവുന്നു. എന്തെങ്കിലും ചെയ്യണം. ഹൈദർ തൻ്റെ മകളെ തന്നെ കിട്ടണമെന്ന വാശിയിൽ നിൽക്കുന്നത് ഉസ്മാൻക്ക് അറിയുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നതിന് മുമ്പ് ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തണമെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. എങ്ങനെ? നിവൃത്തിയില്ലാത്തതിനാൽ മാനം പണയപ്പെടുത്തുക തന്നെ. മുമ്പിൽ പൂമഴ കണ്ണീരായി പെയ്തു നാളിൽ, നിലവിൽ നൊമ്പരം വെണ്ണീരായി നൊന്തു നേരിൽ. മുമ്പിൽ പൂമഴ കണ്ണീരായി പെയ്തു നാളിൽ, നിലവിൽ നൊമ്പരം വെണ്ണീരായി നൊന്തു നേരിൽ. പാതകൾ മുമ്പിൽ അടയുമ്പോൾ ആളുകളൊക്കെ തിരിയുന്നേ, പാതകൾ മുമ്പിൽ അടയുമ്പോൾ ആളുകളൊക്കെ തിരിയുന്നേ. ദുഃഖം മാത്രം കേൾക്കാതെ നറുമം കാര്യം ഓർക്കുന്നേ, ദുഃഖം മാത്രം കേൾക്കാതെ നറുമം കാര്യം ഓർക്കുന്നേ. മുമ്പിൽ പൂമഴ കണ്ണീരായി പെയ്തു നാളിൽ, നിലവിൽ നൊമ്പരം വെണ്ണീരായി നൊന്തു നേരിൽ. വേദനയൊന്നും വേണ്ടെന്ന് സ്നേഹത്തേരിൽ മൊഴിയുമ്പോൾ, വേദനയൊന്നും വേണ്ടെന്ന് സ്നേഹത്തേരിൽ മൊഴിയുമ്പോൾ, സങ്കടനൗക കാണാതെ അകവും പുറവും മെരിയുമ്പോൾ, സങ്കടനൗക കാണാതെ അകവും പുറവും മെരിയുമ്പോൾ. മുമ്പിൽ പൂമഴ കണ്ണീരായി പെയ്തു നാളിൽ, നിലവിൽ നൊമ്പരം വെണ്ണീരായി നൊന്തു നേരിൽ. ആളുകൾ ചുറ്റും കൂടിയിട്ട് കാശിൻ കാര്യം ചൊന്നില്ലേ, ആളുകൾ ചുറ്റും കൂടിയിട്ട് കാശിൻ കാര്യം ചൊന്നില്ലേ. ലക്ഷ്യം ഇപ്പോൾ എന്നാലും ചെറുതുൻ ചെറുതാ ഭാഗ്യത്തേൻ, ലക്ഷ്യം ഇപ്പോൾ എന്നാലും ചെറുതിൻ ചെറുതാ ഭാഗ്യത്തേൻ. മുമ്പിൽ പൂമഴ കണ്ണീരായി പെയ്തു നാളിൽ, നിലവിൽ നൊമ്പരം വെണ്ണീരായി നൊന്തു നേരിൽ. കയ്യും കഴുകിയിറങ്ങുമ്പോൾ ഓർക്കാൻ ഭാവി മറന്നോ നീ, കയ്യും കഴുകിയിറങ്ങുമ്പോൾ ഓർക്കാൻ ഭാവി മറന്നോ നീ. പെണ്ണിനു പൊന്ന് ഇല്ലാതെ അഴകോ തീരെ പോരെന്ന്, പെണ്ണിനു പൊന്ന് ഇല്ലാതെ അഴകോ തീരെ പോരെന്ന്. മുമ്പിൽ പൂമഴ കണ്ണീരായി പെയ്തു നാളിൽ, നിലവിൽ നൊമ്പരം വെണ്ണീരായി നൊന്തു നേരിൽ. മുമ്പിൽ പൂമഴ കണ്ണീരായി പെയ്തു നാളിൽ, നിലവിൽ നൊമ്പരം വെണ്ണീരായി നൊന്തു നേരിൽ. ഹൈദറിൻ്റെ തടസ്സമുള്ളതിനാൽ ഫൗസിയുടെ അനിഷ്ടം പ്രശ്നമാക്കാതെയാണ് ആ വിവാഹം ഉറപ്പിച്ചത്. 20 പവനും 1 ലക്ഷം രൂപയും. ഉസ്മാൻഖാൻക്ക് ഇത് വളരെ വലിയ സംഖ്യയായിരുന്നു. മറ്റുള്ളവർക്ക് ചെറുത് എന്ന് തോന്നാമെങ്കിലും അദ്ദേഹത്തിന് ഉറക്കം വരാത്ത രാത്രികൾ, കണ്ണുമാളിയാൽ ദുസ്വപ്നങ്ങൾ കണ്ടു നെട്ടി ഉണരുന്നു. അപ്പുറത്തും ഭാര്യ ഉറങ്ങാതെ കിടക്കുകയാണ്. ഭർത്താവിൻ്റെ ഈ വ്യസനമുഖം അവർക്ക് കാണാനാവുന്നില്ല. ദരിദ്രരായ രക്ഷിതാക്കൾക്ക് പെൺമക്കളെ നൽകുന്നത് എന്തൊരു പരീക്ഷണമാണ്. ഉറങ്ങാതെ കിടക്കുന്ന ഭർത്താവിനോട് ആ ഭാര്യ ചോദിച്ചത് പഴയ ജോലി സ്ഥലങ്ങളിലൊന്ന് പോയി നോക്കിക്കൂടെ എന്നായിരുന്നു. മടിച്ചാണ് ഭാര്യ ഇത് പറഞ്ഞത് കേട്ടോ. കാരണം ഭർത്താവിൻ്റെ സ്വഭാവം അവർക്ക് ശരിക്കറിയാം. ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ പോയാലും മറ്റുള്ളവരോട് ഒന്നും ചോദിക്കാത്ത മാന്യനാൻ. ശമ്പളം കുറവാണെങ്കിലും തൻ്റെ വല്ലായ്മകൾ ആരോടും പരാതിപ്പെടാതെ ഉള്ളിൽ ഒതുക്കി വെക്കുന്നയാളാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ആ ശീലം മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സൽവൃത്തനാണ്. പ്രതിസന്ധികളെ ചെറുചിരിയോടെ തരണം ചെയ്യുന്ന രസികനാൻ. ആ മനുഷ്യനോടാണ് മഹല്ലുകളിൽ പോയി യാചിക്കാൻ പറയുന്നത്. നിവൃത്തികേട് തന്നെ, നിവൃത്തികേട്.
പെട്ടെന്നാണ് തെരുവപ്പറമ്പ് മഹല്ല് ഉസ്മാൻ കെയുടെ മനസ്സിൽ തെളിഞ്ഞത്. 15 കൊല്ലം സേവനം ചെയ്ത മഹല്ലാൻ. തൻ്റെ ശിഷ്യന്മാർ പലരും ഇന്ന് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പലരെയും രക്ഷിച്ച മഹല്ലാൻ. പോവുക തന്നെ, പോവുക. ഇനിയും മടിച്ചു നിന്നിട്ട് കാര്യമില്ല. മദ്രസ ലീവാക്കിയാൽ ശമ്പളം കട്ട് ചെയ്യും കേട്ടോ. അതൊന്നും പ്രശ്നമാകാതെ രാവിലെ തന്നെ അയാൾ യാത്ര ആരംഭിക്കുകയാണ്. പോകുന്ന വഴി പരിചയമുള്ള ഒരു ജ്വല്ലറിയിൽ കയറി. 20 പവന് എത്ര കാശ് വേണ്ടിവരും എന്ന് അന്വേഷിച്ചു. ഉസ്മാൻ കെയുടെ വീട്ടിൽ കല്യാണമുറപ്പിച്ചത് ജ്വല്ലറിക്കാർ അറിഞ്ഞിരുന്നു. അവർ സർവത്ത് കൊടുത്ത് ഉസ്മാൻ കെയെ സൽക്കരിച്ചിരുത്തി. പിന്നെ കാൽക്കുലേറ്ററിൽ അമർത്തി വില പറഞ്ഞു കൊടുത്തു. ഇപ്പോഴത്തെ നിലവാരമനുസരിച്ച് 1 ലക്ഷത്തോളം വരും. 50 ഇപ്പോൾ തന്നാൽ മതി, ബാക്കി കല്യാണം കഴിഞ്ഞിട്ട്. ഉസ്മാൻ ക ഒരു ചിരി ചിരിച്ചു. 1 ലക്ഷം! 5000 പോലും കയ്യിലില്ലാത്ത ഹതഭാഗ്യനാണ് ഞാനെന്ന് ഇവരുണ്ടോ അറിയുന്നു. വലിയ പ്രതീക്ഷയോടെ തെരുവപ്പറമ്പ് മഹലിലെത്തിയെങ്കിലും അവിടെ ചില പ്രശ്നങ്ങൾ. അഥവാ പുതിയ പ്രസിഡൻ്റാണ്, യുവാവായ പ്രസിഡന്റ്. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങളുടെ വിവരമറിഞ്ഞ് ഞങ്ങൾക്ക് സങ്കടമുണ്ട്, പക്ഷേ മൈക്കിൽ കൂടി പിരിവിൻ്റെ കാര്യം പറയുന്നത് ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. ആളുകളോട് ചോദിക്കുന്നത് ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് അറിഞ്ഞാൽ എന്താണ് തോന്നുക? അതുകൊണ്ട് നിങ്ങൾ കുറേ വർഷങ്ങൾ ഇവിടെ നിന്ന ആളാണല്ലോ, പള്ളിയിൽ ജുമാൻ്റെ ശേഷം ഒരു തോർത്തുമുണ്ട് വിരിച്ചുകൊള്ളൂ. കിട്ടുന്നത് എന്താണെങ്കിലും എടുക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങളോട് മറ്റൊന്നും തോന്നരുത് കേട്ടോ. ഇതുകൊണ്ട് പറഞ്ഞപ്പോൾ ഉസ്മാൻക്ക് ഒരു ചിരിച്ച് മടക്കയാത്ര ചോദിക്കുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടത്തിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ നിഷ്കളങ്കനായ മാന്യനായ മനുഷ്യൻ നിറഞ്ഞ കണ്ണുകളോടെ മടങ്ങിപ്പോരുകയാണ്. തിരിച്ചു വരുമ്പോൾ സമയം രാത്രിയായി. ബസ്സിറങ്ങിയപ്പോൾ ശക്തമായ മഴ, ഇടിയും മിന്നലും. അദ്ദേഹം കയറി നിന്നത് ആ ജ്വല്ലറിയുടെ മുമ്പിലായിരുന്നു. 50,000 രൂപ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആഭരണങ്ങൾ റെഡിയാക്കാം എന്ന് പറഞ്ഞ ആ ജ്വല്ലറിയുടെ മുമ്പിൽ നിന്ന് മഴയത്തും വിയർത്തു പോവുകയാണ്. ആ വെള്ളിടി വെട്ടുന്ന സമയത്ത് അദ്ദേഹം ഉള്ളാലെ പ്രാർത്ഥിച്ചു പോകുന്നു, പടച്ചവനെ ഈ ഇടിയിൽ ഞാനൊന്ന് മരിച്ചു പോയെങ്കിലെന്ന് അയാൾ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ മരണം പോലും അദ്ദേഹത്തെ കടാക്ഷിക്കുന്നില്ല. പ്രശ്നങ്ങൾ വീണ്ടും തുടരുകയാണ്. കോഴിക്കൂവണ നേരമായിതാ യാ റബ്ബന, നിന്നെ മാത്രമോർത്തിടാ, നാട്ടിലായി തെണ്ടിടാ, എൻ്റെ ദുഃഖനോക കാണാമോ. മഞ്ഞു പെയ്യും രാവിലായിതാ യാ റബ്ബന, മോളെ മാത്രം ചേർത്തിടുന്നു ഞാൻ. കൽബിനുള്ളിൽ കേൾക്കാമോ, എൻ്റെ ആഗ്രഹങ്ങൾ കാണാമോ. കോഴിക്കൂവണ നേരമായിതാ യാ റബ്ബന, നിന്നെ മാത്രമോർത്തിടാ, നാട്ടിലായി തെണ്ടിടാ, എൻ്റെ ദുഃഖനോക കാണാമോ. വിധിയും വേദന നിറയും നാളുകൾ സങ്കടലോകമിലായി, മടിയിൽ ചില്ലറ മനസ്സിൻ പമ്പരം കറങ്ങി വാ. ചിരിയും കളിയും കൊതിക്കും ആളുകൾ പറന്നു പോയി, മുഖമിൽ വൈരവും കാണുന്ന കാലമിലോടി വാ. അണയും നേരമേ ആഹ്ലാദമോഹമേ, അണയും നേരമേ ആഹ്ലാദമോഹമേ, സങ്കടച്ചാലിൽ നൊമ്പരം കേറും എരിയും കൽബുമായി ഞാൻ, സങ്കടച്ചാലിൽ നൊമ്പരം കേറും എരിയും കൽബുമായി ഞാൻ. കോഴിക്കൂവണ നേരമായിതാ യാ റബ്ബന, നിന്നെ മാത്രമോർത്തിടാ, നാട്ടിലായി തെണ്ടിടാ, എൻ്റെ ദുഃഖനൗക കാണാമോ. വിധിയും വേദന നിറയും നാളുകൾ സങ്കടലോകമിലായി, മടിയിൽ ചില്ലറ മനസ്സിൻ പമ്പരം കറങ്ങി വാ. ചിരിയും കളിയും കൊതിക്കും ആളുകൾ പറന്നു പോയി, മുഖമിൽ വൈരവും കാണുന്ന കാലമിലോടി വാ. അണയും നേരമേ ആഹ്ലാദമോഹമേ, അണയും നേരമേ ആഹ്ലാദമോഹമേ, സങ്കടച്ചാലിൽ നൊമ്പരം കേറും എരിയും കൽബുമായി ഞാൻ, സങ്കടച്ചാലിൽ നൊമ്പരം കേറും എരിയും കൽബുമായി ഞാൻ. കോഴിക്കൂവണ നേരമായിതാ യാ റബ്ബന, നിന്നെ മാത്രമോർത്തിടാ, നാട്ടിലായി തെണ്ടിടാ, എൻ്റെ ദുഃഖനോക കാണാമോ. മഞ്ഞു പെയ്യും രാവിലായിതാ
യാ റബ്ബന മോളെ മാത്രം ചേർത്തിടുന്നു ഞാൻ. കൽബിനുള്ളിൽ കേൾക്കാമോ എൻ്റെ ആഗ്രഹങ്ങൾ കാണാമോ? കോഴിക്കുവണ നേരമായിതാ യാ റബ്ബന നിന്നെ മാത്രം ഓർത്തിടാം. നാട്ടിലായി തെണ്ടിടാം എൻ്റെ ദുഃഖനൗക കാണാമോ?